അറിയില്ല. ഉടനെ തന്നെ പത്രക്കാരൻ ചോദിച്ചു, സമത്വ കേരള ജമിയത്തുൽ ഉലമ ബിദഈ പ്രസ്ഥാനക്കാർക്കെതിരല്ലേ? സീതി ഹാജി അത്തരം ഒരു പ്രസ്ഥാനത്തിന്റെ ആളല്ലേ? അയാൾ എതിർക്കണ്ടേ? ബഹുമാനപ്പെട്ട കെ വി ഉസ്താദ് പറഞ്ഞു, ആ പ്രസ്ഥാനത്തെ ഞങ്ങൾ സ്റ്റേജിലും പേജിലും എതിർക്കുന്നുണ്ട്, അത് ഞങ്ങളുടെ ഭരണഘടനാ ലക്ഷ്യമാണ്. അപ്പൊ എന്തുകൊണ്ട് ഇലക്ഷനിൽ എതിർക്കുന്നില്ല? പത്രക്കാരൻ കുത്തി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയാൾ തെരഞ്ഞെടുക്കപ്പെട്ടു പോകുന്നത് കേരള നിയമസഭയിലേക്കാണ്. കേരള നിയമസഭയിൽ തറാവീഹിന്റെ റക്അത്തോ മാലയോ മൗലിദോ ചർച്ച ചെയ്യാറില്ല എന്നോ. വിഷയം തീർന്നു. അയാൾ പോകട്ടെ, അത് പ്രശ്നമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഒരു നിർത്തിയ സ്ഥാനാർത്ഥിയെ നിയമനിർമ്മാണ സഭയിലേക്ക് അയക്കുമ്പോൾ അത് തോൽപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ആഹ്വാനവും അതിനുവേണ്ടി പത്രക്കുറിപ്പും സുന്നി വോയിസിന്റെ ദുരുപയോഗവും 1979 മുതൽ പരിശോധിച്ചാൽ 80-89 കാലഘട്ടത്തിനടുക്ക്, പ്രത്യേകിച്ച് 84 കാലഘട്ടത്തിൽ ഗൗരവത്തിൽ കാണാൻ കഴിയും. അവരെ തോൽപ്പിക്കുക എന്ന ആഹ്വാനം പരസ്യമായി പത്രത്തിന്റെ 1-ാം പേജിൽ, അവരുടെ സുന്നി വോയിസ് എന്ന പത്രത്തിന്റെ 1-ാം പേജിൽ ആ രീതിയിൽ പ്രചണ്ഡമായ പ്രചരണം. അങ്ങനെ ഒരു വിഭാഗത്തെ ഇതിന്റെ ഉള്ളിൽ ഉണ്ടാക്കി. അങ്ങനെ ഇരിക്കെയാണ് 1989 ജനുവരിയിൽ എറണാകുളത്ത് ഒരു സമ്മേളനം സംഘടിപ്പിക്കുന്നത്. എറണാകുളത്ത് സമ്മേളനം സംഘടിപ്പിച്ചുകൊണ്ട് ആ സമ്മേളനത്തിലേക്ക് മുഴുവൻ ആളുകളെയും ക്ഷണിച്ചു. പക്ഷെ സമത്വയുടെ ഉത്തരവാദപ്പെട്ട ആലിമീങ്ങൾ അറിയിച്ചില്ല. ഞാൻ പലപ്പോഴും അത് എന്റെ വേദിയിൽ തന്നെ വിശദീകരിച്ചതാണ്, നിങ്ങൾ പുസ്തകങ്ങളിലൂടെ വായിച്ചതുമാണ്. അന്ന് ബഹുമാനപ്പെട്ട സമത്വയെ നയിച്ചിരുന്ന പണ്ഡിതന്മാരിൽ പ്രമുഖരെ പലരെയും ഉൾപ്പെടുത്തിയില്ല. ഒഴിവാക്കപ്പെട്ട ഒരു പ്രമുഖനായിരുന്നു നാട്ടിക മൂസ മൗലവി, പ്രമുഖനായിരുന്നു സി കെ എം സാദിഖ് മുസ്ലിയാർ, MK കുഞ്ഞഹമ്മദ് മുസ്ലിയാർ, തൃശൂർ ജില്ലാ സുന്നീയ സംഘത്തിന്റെ പ്രസിഡന്റും സെക്രട്ടറിയും. അവരെ രണ്ടുപേരെയും ഒഴിവാക്കി. ആതിഥേയ ജില്ലയായ എറണാകുളത്ത് പ്രഗത്ഭരായ സുന്നത്തിയമായത്തിന്റെ തേരാളികള് MM മൊഹിദ്ദീൻ മുസ്ലിയാർ മുതൽ AM പരിധിനെ വരെ ഒഴിവാക്കി. ഇവർക്ക് താല്പര്യമുള്ള ചില ആളുകളെ മാത്രം വിളിച്ചിട്ടൊരു സ്വാഗത സംഘം. ആ സ്വാഗത സംഘം രൂപീകരിച്ചപ്പോൾ നാട്ടിക മൂസ മൗലവി സമത്വ കേരള ജമിയത്തുൽ ഉലമയുടെ ആ പ്രദേശത്തെ പ്രവർത്തകരെ മുഴുവൻ ഉൾപ്പെടുത്തിയിട്ട് ഒരു മധ്യമേഖലാ സുന്നി സമ്മേളനം പ്രഖ്യാപിച്ചു. അപ്പോൾ സമത്വയുടെ പേരിൽ 2 സമ്മേളനങ്ങൾ. നേതാക്കളുടെ അറിവോടെ എല്ലാ സുന്നിയുടെ സംഘം സമ്മേളനം വെച്ചത്. അത് ശംസുൽ ഉലമ തുറന്നു പറയുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ നേതാക്കളുടെ അറിവോടെ അല്ലാതെ വെച്ച സമ്മേളനത്തിനെതിരെ നാട്ടിക മൂസ മൗലവി ഒരു സമ്മേളനം വെച്ചപ്പോൾ സുന്നികളുടെ പേരിൽ 2 സമ്മേളനമായി. ആ 2 സമ്മേളനം വന്നപ്പോൾ സമത്വ എന്തു ചെയ്യണം? 2 സമ്മേളനം സമത്വയുടെ പേരിൽ നടന്നാൽ അപകടമുണ്ടാകും. അതുകൊണ്ട് സമത്വ കേരള ജമിയത്തുൽ ഉലമ ഒരു നയം സ്വീകരിച്ചു. 2 കൂട്ടരെയും വിളിച്ച് ചർച്ച ചെയ്യാൻ ആളെ ചുമതലപ്പെടുത്തി. മസ്ലഹത്ത് സമിതികൾ ചർച്ച ആരംഭിച്ചു. പട്ടിക്കാട് ജാമ്യയിൽ ചർച്ച നടന്നു, ഇവിടെ ചർച്ച നടന്നു കുന്നമംഗലത്ത്. അതുപോലെ നേതാക്കളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചർച്ച നടന്നു. അവസാനം 1988 നവംബർ 12, സംഘടനാ ശാസ്ത്രം അറിയുന്ന കുട്ടികൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. 1988 നവംബർ 12 കോഴിക്കോട്ട് വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗ് കൂടി. ആ വിദ്യാഭ്യാസ ബോർഡിന്റെ മീറ്റിംഗിൽ ഈ ചർച്ച വന്നു. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ എഴുന്നേറ്റ് പറഞ്ഞു, നമുക്ക് 2 സമ്മേളനം പാടില്ല. സുന്നികൾ 2 സമ്മേളനം നടത്താൻ പാടില്ല. സുന്നികൾ ഒരു സമ്മേളനമേ നടത്താൻ പാടുള്ളൂ. സമ്മേളനം തീരെ വേണ്ട എന്ന് ശൈഖുന പറഞ്ഞിട്ടില്ല. ശൈഖുന അന്ന് പറഞ്ഞത് 2 സമ്മേളനം പാടില്ല, ഒരു സമ്മേളനം മാത്രം. അതുകൊണ്ട് 2 കൂട്ടരും നിലവിലുള്ള സ്വാഗത സംഘം പിരിച്ചുവിട്ട് നമ്മൾ 2 കൂട്ടരും കൂടി ഒരു സ്വാഗത സംഘം ഉണ്ടാക്കി എല്ലാവരും കൂടി ചേർന്ന് സുന്നത്ത് ജമാഅത്തിനെ ശക്തിപ്പെടുത്തുന്ന ഒരു സമ്മേളനം എറണാകുളത്ത് നമുക്ക് നടത്തണം. എത്ര നല്ലൊരു ആശയമാണത്. എന്തൊക്കെയായാലും പോവട്ടെ, പറയുന്നത് ശംസുൽ ഉലമയാണല്ലോ. ആ മഹാനുഭാവനെ കുറിച്ച് മരിച്ചതിന് ശേഷം ഇവർ എഴുതിയതാണല്ലോ, അന്ത്യം വരെ ആദർശത്തിൽ ഉറച്ചു നിന്നു എന്ന്. അദ്ദേഹത്തിന്റെ പേര് നഗറുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ ഇന്ന്. ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ അവരിലേക്ക് തിരിച്ചു വരുന്നുണ്ടല്ലോ. ഇപ്പോൾ തന്നെ കണ്ടോ, സുവനീർ വിറ്റഴിക്കാൻ ശിഹാബ് തങ്ങളുടെ ഫോട്ടോ വേണം, അഭിമുഖം വേണം, എന്നെങ്കിലും ജനങ്ങൾ വാങ്ങും. സമ്മേളനം വിജയിപ്പിക്കണമെങ്കിൽ ശിഹാബ് തങ്ങളെ പങ്കെടുക്കുമെന്ന ഇഷ്യൂ വരണം, ഫോട്ടോ തകർക്കുകയും വേണം. തങ്ങളുടെ സമ്മേളനവും തങ്ങളുടെ സുവനീറും വിജയിപ്പിക്കാൻ വേണ്ടി ഇന്ന് ചിലരെ ഉപയോഗപ്പെടുന്നത് പോലെ ശംസുൽ ഉലമയും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ നേരെ തിരിച്ചല്ല ചെയ്യേണ്ടത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ എന്തു ചെയ്യണം ഞാൻ പറയാൻ വരട്ടെ. നമ്മൾ ആഗ്രഹിക്കുന്നതും അതാണല്ലോ. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ അന്ന് പറഞ്ഞു 2 സമ്മേളനം വേണ്ട, 1 മതി. അങ്ങനെ ആ സദസ്സ് അത് അംഗീകരിക്കുകയും അവിടെ എഴുതിയ മിനിറ്റ്സിന്റെ പശ്ചാത്തലത്തിൽ 2 സ്വാഗത സംഘങ്ങളും പിരിച്ചുവിട്ട് ഒരു സ്വാഗത സംഘം രൂപീകരിക്കാൻ വേണ്ടി 1988 നവംബർ 19
നവംബർ 12 കഴിഞ്ഞ് 19, കുറഞ്ഞ ദിവസത്തെ ഒരു ഗ്യാപ്പ് മാത്രം. വളരെ വൈകാതെ ഉടനെ തന്നെ നവംബർ 19 അവിടെ യോഗം ചേർന്നു. നിങ്ങൾ നോക്കണം, നവംബർ 12 ചേർന്ന യോഗ തീരുമാനപ്രകാരം 19 യോഗം ചേരുന്നു. ഒരാഴ്ചത്തെ ഗ്യാപ്പല്ലേ ഉള്ളൂ. ആ യോഗം ചേരാൻ വേണ്ടി നോട്ടീസ് കൊടുത്തു, 2 കൂട്ടരെയും വിളിച്ചു, വന്നു. പക്ഷെ സുന്നി യുവന സംഘത്തിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ ആ യോഗത്തിൽ വന്നില്ല. സുന്നി യുവന സംഘത്തിന്റെ ഉത്തരവാദപ്പെട്ട നേതാക്കൾ പലരും എത്തിയില്ല. കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള പ്രവർത്തനത്തിയില്ല. ബഹുമാനപ്പെട്ട ശൈഖുന ശംസുലമ വിഷയം അവതരിപ്പിച്ചു. വിഷയം അവതരിപ്പിച്ചിട്ട് പറഞ്ഞു, നമുക്ക് 2 സമ്മേളനം വേണ്ട, ഒരു സമ്മേളനം മതി. അതുകൊണ്ട് ഒരു സമ്മേളനം മാത്രമേ പാടുള്ളൂ എന്നിടത്തെത്തി. അതിനുവേണ്ടി സ്വാഗത സംഘം രൂപീകരിക്കാനാണ് യോഗം ചേർന്നത് എന്ന് പറഞ്ഞു. ഉടനെ തന്നെ കോഴിക്കോട് ജില്ലാ സുന്നി യുവന സംഘത്തിന്റെ ഒരു പ്രതിനിധി എഴുന്നേറ്റ് പറഞ്ഞു, SYSന്റെ സമ്മേളനം മാറ്റിവെച്ചിട്ടില്ലല്ലോ, എറണാകുളത്തുള്ള സമ്മേളനം. ശൈഖുന ശംസുലമ പറഞ്ഞു, കഴിഞ്ഞ യോഗ തീരുമാനമാണല്ലോ. ശൈഖുന പറഞ്ഞാൽ അംഗീകരിക്കണ്ടേ? ഞങ്ങളുടെ നേതാക്കൾ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. സമത്വയുടെ ആലിമ്യങ്ങൾ പറയുന്നതിനേക്കാളും വലിയ നേതാവാരാ? അപ്പോൾ പാളയത്തിലൊരു പട വളർത്തി കഴിഞ്ഞിരുന്നു. സമത്വയിൽ ചെയ്യാൻ പാടില്ലാത്ത ഗ്രൂപ്പിസം വളർത്തിയിരുന്നു. ശംസുലമ പറഞ്ഞാൽ അവിടെ നിൽക്കണ്ടേ? ബഹുമാനപ്പെട്ട ശംസുലമ പറഞ്ഞപ്പോൾ അംഗീകരിച്ചില്ല. ശംസുലമയല്ല, സദസ്സിലെ ബഹുഭൂരിപക്ഷത്തിന്റെയും അഭിപ്രായം അതാണ്. അവസാനം ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് കേൾക്കാതെ ഇവർ ഞങ്ങൾ യോഗം നടത്തുമെന്ന ഭാഷയിലെത്തിയപ്പോൾ 2 സമ്മേളനം പാടില്ല, ഇവിടെ സ്വാഗതസംഘം രൂപീകരിച്ച് ഒരു സമ്മേളനം നടത്തും, അതിനാണ് യോഗം വിളിച്ചത് എന്ന് പറഞ്ഞു. അതോടുകൂടി രാഷ്ട്രീയ ശൈലിയിൽ നിയമസഭയിൽ നിന്നും മറ്റു വേദികളിൽ നിന്നും വോക്കൌട്ട് നടത്തുന്ന പോലെ ശൈഖുനായ ധിക്കരിച്ച ശിഷ്യന്മാർ പുറത്തിറങ്ങി, ഗോബാക്ക് വിളിച്ചു, ഘരാവോ തുടങ്ങി. സമത്വയുടെ ചരിത്രത്തിൽ ആദ്യമായി 1925 തുടങ്ങി 1988 വരെ സമത്വയുടെ ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്തൊരു സംഭവം 88 നവംബർ 19 ഉണ്ടായി. സമത്വയുടെ ക്യാമ്പസിൽ വെച്ച് സമത്വയുടെ ആലിമ്യങ്ങൾക്കെതിരെ മുദ്രാവാക്യം മുഴങ്ങി. ആരാണ് അതിന് ഉത്തരവാദി? എറണാകുളത്തെ ഈ സമ്മേളനം നടത്തുന്ന നിർബന്ധ കാര്യമായിരുന്നോ? അത് സുന്നത്തോ അല്ലെങ്കിൽ വാജിബോ ആയിരുന്നോ? എന്റെ ആലിമ്യങ്ങൾ പറഞ്ഞാൽ നിർത്തിവെച്ചൂടെ? സുന്നത്യമായത്തിന്റെ താല്പര്യമാണെങ്കിൽ കക്ഷി രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഒരു സമ്മേളനം നടത്തേണ്ട കാര്യമുണ്ടോ? ഇന്ന് ഐക്യം പറയുന്ന ആളുകൾ ആ സമ്മേളനം ഒരു ഭിന്നിപ്പിലേക്ക് പോകുമെങ്കിൽ വേണ്ട എന്ന് വെക്കാതിരുന്നത് എന്തുകൊണ്ടാ? അല്ലെങ്കിൽ ഇന്ന് പറയണം, അന്ന് ഞങ്ങൾ ആ സമ്മേളനം നടത്തിയ തെറ്റായി പോയി, ആ ഒരു വാക്ക് മതിയല്ലോ. അന്ന് ഭിന്നിച്ച തെറ്റായി പോയി എന്നൊരു തോന്നൽ ഇപ്പോഴുണ്ടോ? ഉണ്ടെങ്കിൽ വളരെ ഗൗരവത്തോടു കൂടി വിഷയം അവസാനിക്കും. നേരെ മറിച്ച് ആ ഭിന്നിപ്പ് ശരിയായിരുന്നു എന്ന അർത്ഥത്തിലല്ലേ ഐക്യം എന്നാൽ ലയനമല്ല. ആവർത്തിച്ച് പറയണം, ഐക്യം എന്നാൽ ലയനമല്ല. പിന്നെന്താ ഐക്യം എന്ന് പറയുക? മഹല്ലത്തിൽ തൽക്കാലം അങ്ങോട്ടും ഇങ്ങോട്ടും കയറിക്കൂടി പള്ളിയും മദ്രസയും തൽക്കാലം 2 കൂട്ടരും ചേർന്ന് ഭരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി. ഇവർക്ക് സ്ഥാപനങ്ങളില്ലാത്തതുകൊണ്ട് അത് തീർക്കാൻ മഹലിലേക്ക് ഇറങ്ങി വരിക. അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പൂർവിക പണ്ഡിതന്മാർ കോടിമുട്ട ലേലം ചെയ്തും പാവപ്പെട്ട ഉമ്മമാർ താലിമാല പറിച്ചു കൊടുത്തും പച്ചക്കറികൾ വിയർപ്പിന്റെ അംശം കൊണ്ടുവന്ന് സംഭാവന കൊടുത്തും ആലിമ്യങ്ങൾ കെട്ടിപ്പടുത്ത മദ്രസകൾ ഇന്ന് വരെ നിങ്ങൾക്ക് സാമ്പത്തിക കൊഴുപ്പ് കൊണ്ട് പിടിച്ചടക്കാൻ പറ്റാത്തപ്പോൾ ഐക്യത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കമ്മിറ്റിയിൽ കയറിക്കൂടാനാണ് മോഹമെങ്കിൽ അത് നടപ്പാക്കാൻ സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നാണ് പറയുന്നത്. ഐക്യം ഞങ്ങൾക്ക് സ്വാഗതം. ഐക്യം ഞങ്ങൾക്ക് 100% സ്വാഗതമാണ്. ഇവിടെ നിരവധി സംഘടനകളുടെ ആവശ്യമില്ല. പക്ഷേ ഐക്യം എന്നാൽ എന്താ? ഇതൊരു മുന്നണി സംവിധാനമാണോ? ഇതെന്താ രാഷ്ട്രീയ പാർട്ടിയാണോ? സഹകരണ മുന്നണി? അങ്ങനെയാണ് ഐക്യമെങ്കിൽ ആദ്യം തുടങ്ങേണ്ട എന്താണ്? ഇന്നേ വരെ ഈ വിഭാഗത്തിന്റെ ഒരു സ്ഥാപനവും സമത്വ പിടിച്ചിട്ടില്ലല്ലോ. ഒരു സ്ഥാപനം പിടിച്ചിട്ടില്ല. സമത്വയുടെ ഒരുപാട് സ്ഥാപനം ഇവർ പിടിച്ചു. സമത്വ കേരള ജംഇയ്യത്തുൽ ഉലമ സമത്വം നിൽക്കുന്നിടത്ത് ഇന്നേ വരെ ഒരു അറ്റാക്ക് അങ്ങോട്ട് നടത്തിയിട്ടില്ല. ഒരു കേസ് പോലും അങ്ങോട്ട് കൊടുത്തിട്ടില്ല, മുറത്ത് കയറി കൊത്തിയപ്പോഴല്ലാതെ. വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം കട്ട് പ്രിന്റ് ചെയ്തപ്പോൾ അതൊരു കേസ് കൊടുത്തു, വേറൊരു കേസ് കൊടുത്തില്ല. കാരണം ശംസുലമ അന്ന് ഞങ്ങളോട് പറഞ്ഞത് ഇപ്പോഴും ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്. അന്ന് ഞങ്ങളൊക്കെ SKSന്റെ ഓഫീസിൽ കോഴിക്കോട്ട് ഇരിക്കുമ്പോൾ ഷെയ്ഖുന എന്നും ഇവരോട് പത്രം വായിക്കാം. ഷെയ്ഖുന പറയും, ഞങ്ങളൊക്കെ ചോദിക്കും എന്താ ഇവർക്കെതിരെ കേസ് കൊടുത്തൂടെ? ഷെയ്ഖുന പറയും, സമുദായത്തിന്റെ പണം കൊണ്ട് കേസ് നടത്തണ്ടടാ. അപ്പൊ അവര് സമത്വ എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അന്ന് അദ്ദേഹം പറയാറുള്ളത്, ഒരാൾ ഈ റോഡിലൂടെ ഞാൻ സമത്വയുടെ പ്രസിഡന്റാണെന്ന് പറഞ്ഞ് നടന്നാൽ, ഒരാൾ റോഡിലൂടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞ് നടക്കുന്നത് പോലെയുള്ളൂ. അയാൾ പ്രധാനമന്ത്രി എന്ന് പറയട്ടെ, നിങ്ങൾ എന്തിനാ അതിന് ബഹളം വെക്കുന്നത്? അതിന് അദ്ദേഹം എന്നൊരു ഉദാഹരണവും പറഞ്ഞു. പണ്ഡിറ്റ് നെഹ്റു ചിത്രരോഗ ആശുപത്രിയിൽ വന്ന ഉദാഹരണം. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കുതിരവട്ടത്ത് വന്നുത്ര ഒരിക്കൽ ശംസുലമ പറഞ്ഞതാ.
അങ്ങനെ അദ്ദേഹം വന്നപ്പോൾ കലക്ടർ അടക്കമുള്ള VIP-കളൊക്കെ ഉണ്ട്. സെല്ലിലെ രോഗികൾക്ക് പരിചയപ്പെടുത്തു, കലക്ടറാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, പണ്ഡിറ്റ് നെഹ്റു ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ പരിചയപ്പെടുത്തി പോകുമ്പോൾ ഒരു സെല്ലിൽ കുറച്ചൊക്കെ സുഖപ്പെട്ട ഒരു രോഗി ഉണ്ടായിരുന്നു. അയാളിത് കണ്ടപ്പോൾ പറഞ്ഞു, ഇത് പണ്ഡിറ്റ് നെഹ്റു ആണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞെടുത്തപ്പോൾ അയാൾ പറഞ്ഞു, അതിവിടെ വരുമ്പോ എല്ലാവരും അങ്ങനെയാണ് പറയാ, പോകുമ്പോഴേക്ക് സുഖായിക്കോളും എന്ന് പറഞ്ഞു. ശംസുലം അന്ന് പറഞ്ഞൊരു ഉദാഹരണമാണ്. അതുകൊണ്ട് നിങ്ങൾ കേസ് കൊടുക്കാൻ പോകണ്ട, പ്രസിഡന്റ് ആയിക്കോട്ടെ, സെക്രട്ടറി ആയിക്കോട്ടെ, അതൊക്കെ കടലാസിലുണ്ടാവും. ഇത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയുള്ള സംഘടനയാണ്. അതിന്റെ സംഘടന അതിന്റെ നിലക്ക് നിൽക്കുക. ഇങ്ങോട്ട് ആക്രമിക്കുമ്പോൾ മാത്രം തടുത്താൽ മതി. അദ്ദേഹത്തിന്റെ നയം അതാ. ഒരു കേസ് കൊടുത്തില്ലല്ലോ. അവരുടെ ഒരു സ്ഥാപനം നമ്മൾ പിടിച്ചെടുക്കാൻ പോയിട്ടില്ല, പോകാൻ പരിപാടിയുമില്ല, അതിന്റെ ആവശ്യമില്ല.